ആധാരം വഖഫാധാരമാണ്. സമ്പൂർണമായും ഇന്നിന്ന സ്ഥലങ്ങൾ ഇന്നിന്ന നമ്പറിൽ ഇന്നിന്ന സ്ഥലങ്ങൾ ഈ സ്ഥാപനത്തിനു വേണ്ടി വഖഫ് ചെയ്യുന്നതായി തന്നെയാണ് വഖഫ് ദായകരായ ആളുകൾ ആ ആധാരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തദടിസ്ഥാനത്തിൽ നിയമപരമായി അത് വഖഫ് തന്നെ. പക്ഷേ അതിൻ്റെ അവസാനത്തിലെ ഒരു വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് അക്കാര്യത്തിൽ ചില ആളുകൾക്ക് ഇത് സമുദായം ഒരിക്കലും രണ്ട് സമുദായങ്ങളോ മറ്റ് സമുദായങ്ങളോ എന്നുള്ള പേരിൽ എടുക്കേണ്ട ഒരു പ്രശ്നം അല്ല. ആ നിലക്ക് നിയമപരമായി കൈകാര്യം ചെയ്യേണ്ടതാണ് ഈ വിഷയം എന്നാണ് ഇത് സംബന്ധമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതും ഗ്രഹിക്കേണ്ടതുമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ അഹിബാദിന സംഗമത്തിൽ മുനമ്പത്തെ ഭൂമി വഖഫാണോ എന്ന ചോദ്യമുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ അതിൻ്റെ വഖഫാധാരം പ്രചരിച്ചു കാണുന്നുണ്ട്. എന്താണ് പറയാനുള്ളത്? അത് വഖഫ് ഭൂമിയാണോ? വീണ്ടെടുക്കാൻ പരിശ്രമിക്കേണ്ടതുണ്ടോ? മുനമ്പത്തെ വഖഫ് ഭൂമി എന്നത് സംബന്ധിച്ച ചർച്ച ഇപ്പോൾ സജീവമാണ്. മുനമ്പത്തെ ആ വഖഫ് ഭൂമി ഫറൂഖിലെ റൗളത്തുൽ അറബി കോളേജിന് വേണ്ടി വഖഫ് ചെയ്തിട്ടുള്ളതായാണ് ആധാരം. ആധാരം വഖഫാധാരമാണ്. സമ്പൂർണമായും ഇന്നിന്ന സ്ഥലങ്ങൾ ഇന്നിന്ന നമ്പറിൽ ഇന്നിന്ന സ്ഥലങ്ങൾ ഈ സ്ഥാപനത്തിനു വേണ്ടി വഖഫ് ചെയ്യുന്നതായി തന്നെയാണ് വഖഫ് ദായകരായ ആളുകൾ ആ ആധാരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തദടിസ്ഥാനത്തിൽ നിയമപരമായി അത് വഖഫ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ അവസാനത്തിലെ ഒരു വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് അക്കാര്യത്തിൽ ചില ആളുകൾക്ക് വസ്വാസ്. എന്ന് വെച്ചാൽ വീണ്ടെടുക്കുന്നു എന്നുള്ളത് പ്രത്യേകം വ്യവസ്ഥ ചെയ്തിരിക്കുന്നു എന്ന്. ആ നിലയിലുള്ള, അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വീണ്ടെടുക്കുന്നത് വ്യവസ്ഥ ചെയ്താൽ എങ്ങനെയെന്ന്. അതായത് എനിക്ക് തന്നെ തിരിച്ചു വരും എന്നതിനുള്ള സ്വാതന്ത്ര്യം വ്യവസ്ഥ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യവസ്ഥ വഖഫിന് എതിരാണ്. കാരണം അയാൾക്ക് തന്നെ തിരിച്ചു വരുന്നതല്ലല്ലോ, അയാളിൽ നിന്ന് തീർത്തും അതിൻ്റെ ഉടമസ്ഥാവകാശം നീക്കി അള്ളാഹുവിലേക്ക് നീക്കുന്നതിനാണ് വഖഫ് എന്ന് പറയുക. അപ്പം ആ വഖഫ് എന്ന് പറയുന്നതിൻ്റെ തത്വത്തിന് തന്നെ വിരുദ്ധമാണ് എനിക്കു തന്നെ ഇത് തിരിച്ചെടുക്കാനോ അല്ലെങ്കിൽ എനിക്ക് തന്നെ ഇത് തിരിച്ചു വരാനോ അവകാശമുണ്ടായിരിക്കും, സ്വാതന്ത്ര്യമുണ്ടായിരിക്കും എന്ന് വ്യവസ്ഥ ചെയ്യുന്നത്. ഈ വ്യവസ്ഥയെക്കുറിച്ചാണ് കഴിഞ്ഞ പ്രാവശ്യം. അതിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അങ്ങനെ വ്യവസ്ഥ ചെയ്താൽ അത് വഖഫ് അല്ലാതാകും, ദാനമാകും എന്നാണ് പ്രബലമായ അഭിപ്രായം. ഈ വഖഫാധാരത്തിൽ വാസ്തവത്തിൽ അങ്ങനെയുമല്ല. ഇത് വഖഫ് ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ഥാപനം ഫാറൂഖ് റൗളത്തുൽ ഉലൂം അറബി കോളേജാണ്. ഈ ഫാറൂഖ് കോളേജ് ഇല്ലാതാവുകയോ അതിൻ്റേതായ സംഭവങ്ങളൊക്കെ ഇല്ലാതാവുകയോ സ്വത്ത് ശേഷിക്കുകയോ ചെയ്താൽ അത് വീണ്ടെടുക്കാനുള്ള അവകാശം ഇത് വഖഫ് ചെയ്തയാൾക്കും അവരുടെ അനന്തരഗാമികൾക്കും ഉണ്ടാകും എന്ന് പറയുന്നതാണ് അതിലെ വ്യവസ്ഥ. ഇത് വാസ്തവത്തിൽ ഇതിൻ്റെ അവസാനം ഇത് എവിടേക്കാണോ വഖഫ് ചെയ്തെങ്കിൽ ആ മസ്രിഫ് ഇല്ലാതായാൽ എന്ന വ്യവസ്ഥ പ്രയോഗിച്ച് ആ വ്യവസ്ഥ പ്രകാരം അത് വീണ്ടെടുക്കാനുള്ള അധികാരമുണ്ടാകുന്നതാണ്. അതതിൻ്റെ നിശ്ചിതമായ നോട്ടത്തിൻ്റെ അധികാരം വീണ്ടെടുക്കാമെന്നാകാം, സ്വത്ത് തന്നെ വീണ്ടെടുത്തിട്ട് മറ്റേതെങ്കിലും നിലയ്ക്ക് കൈകാര്യം ചെയ്ത് വഖഫ് ചെയ്യാമെന്നാകാം. അതുകൊണ്ട് തന്നെ ആ വ്യവസ്ഥ എന്നതുകൊണ്ട് അത് വഖഫല്ലാതാകുന്നില്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതേസമയം ഇനി ആ നിയമപ്രകാരം വഖഫ് അല്ലെന്ന് വരികയാണ്. എന്നാൽ എന്താണ്? എന്നാൽ ഫാറൂഖ് കോളേജിന് ദാനമാണ്. ദാനമായാലും വഖഫായാലും ആ സ്വത്ത് ഫാറൂഖ് കോളേജിനുള്ള സ്വത്താണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഫാറൂഖ് കോളേജിന് വേണ്ടി ചെലവാക്കപ്പെട്ട, ഫാറൂഖ് കോളേജിന് വേണ്ടി ഈ ഉടമസ്ഥൻ കൈയൊടിഞ്ഞു കൊടുത്തിട്ടുള്ള സ്വത്താണ്. വഖഫ് എന്ന സാങ്കേതിക ശബ്ദം അതിന് പറയാൻ പറ്റുമോ? അതല്ല ദാനം എന്നാണോ പറയേണ്ടത് എന്നേ ഈ വ്യവസ്ഥ ഉണ്ടെങ്കിൽ പോലും, ശരിക്കും മടങ്ങുക എന്ന സ്വാതന്ത്ര്യം നൽകുന്ന തരത്തിലുള്ള വ്യവസ്ഥ ഉണ്ടെങ്കിൽ പോലും അത് ഹിബത്താകും, ദാനമാകും എന്നേ ഉള്ളൂ. ദാനമായാലും വഖഫായാലും ഇത് ഫാറൂഖ് കോളേജിനുള്ള സ്വത്താണ്. ഫാറൂഖ് കോളേജിനുള്ള സ്വത്ത് ആരെങ്കിലും കയ്യേറ്റം ചെയ്താലോ അത് അന്യാധീനപ്പെട്ടു പോകുന്നുണ്ടെങ്കിലോ അത് തടയേണ്ട ബാധ്യത ആർക്കാണ്? ഫാറൂഖ് കോളേജിന്. ഫാറൂഖ് കോളേജിൻ്റെ അധികൃതരാണ് അത് കൈകാര്യം ചെയ്യേണ്ടത്. അവരാണ് അത് തടയേണ്ടത്. കയ്യേറ്റത്തെ തടയേണ്ടത് അവരാണ്. കയ്യേറ്റം ചെയ്തിട്ടുള്ളവരിൽ നിന്ന് പിടിച്ചു വാങ്ങണമെങ്കിൽ നിയമപരമായി അത് പിടിച്ചു വാങ്ങാനും തിരിച്ചു പിടിക്കാനും വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടവരും ഫാറൂഖ് കോളേജിൻ്റെ അധികൃതരാണ്. അപ്പോൾ ഫാറൂഖ് കോളേജിൻ്റെ അധികൃതരും കയ്യേറ്റം ചെയ്തവരും തമ്മിലുള്ള ഒരു നിയമപരമായ പ്രശ്നമാണിത്, കയ്യേറ്റ പ്രശ്നം.
ഈ രണ്ട് കക്ഷികൾക്കിടയിലുള്ള പ്രശ്നം സമുദായത്തെ ബാധിക്കുന്ന പ്രശ്നമല്ല, അതൊരു സാമുദായിക പ്രശ്നമേ അല്ല. അതുകൊണ്ട് തന്നെ ഒരു സാമുദായിക പ്രശ്നം എന്ന നിലയ്ക്ക് ഇതിന് കാര്യമില്ല, അതിനെ സംസാരിക്കേണ്ട കാര്യവുമില്ല, അതിലിടപെടേണ്ട കാര്യവുമില്ല. രാജ്യത്ത് സംസ്ഥാനാടിസ്ഥാനത്തിൽ തന്നെ വഖഫ് ബോർഡുകളുണ്ട്. വഖഫ് സ്വത്തുക്കളൊക്കെ നഷ്ടപ്പെടുകയോ അന്യാധീനപ്പെടുത്തുകയോ കയ്യേറ്റം നടക്കുകയോ ചെയ്താൽ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതാണെങ്കിലും വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടതാണെങ്കിലും വഖഫ് ബോർഡുകൾക്ക് അതിൽ ഇടപെടാനുള്ള അവകാശമുണ്ട്. ഈ അവകാശപ്രകാരം വഖഫ് ബോർഡുകൾ ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് നിയമ നടപടികൾ സ്വീകരിക്കുന്നെങ്കിൽ അത് സ്വീകാര്യമാണല്ലോ. ഫാറൂഖ് കോളേജിൻ്റെ അധികൃതരും നിയമപരമായിട്ട് ഈ കയ്യേറ്റം ചെയ്യപ്പെട്ട ഭൂമികളോ അന്യാധീനപ്പെട്ട ഭൂമികളോ തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതും ന്യായമാണല്ലോ. ന്യായമായി നിയമപരമായ രീതിയിലൂടെ അത് കൈവശപ്പെടുത്താനും തിരിച്ചു പിടിക്കാനും ആരെങ്കിലും കയ്യേറ്റം നടത്തി സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തടയാനുമൊക്കെയുള്ള അധികാരം ഫാറൂഖ് കോളേജിൻ്റെ അധികാരികൾക്കും അതേപോലെ വഖഫ് സ്വത്തുക്കളെ നിയന്ത്രിക്കുന്ന വഖഫ് ബോർഡിനുമാണ്. ഇത് സമുദായം ഒരിക്കലും രണ്ട് സമുദായങ്ങളോ മറ്റ് സമുദായങ്ങളോ എന്നുള്ള പേരിലെടുക്കേണ്ട ഒരു പ്രശ്നം അല്ല. ആ നിലക്ക് നിയമപരമായി കൈകാര്യം ചെയ്യേണ്ടതാണ് ഈ വിഷയം എന്നാണ് ഇത് സംബന്ധമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതും ഗ്രഹിക്കേണ്ടതുമായിട്ടുള്ള കാര്യം. വഖഫ് സ്വത്താണത് എന്നാണ് ആധാരങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ തീർച്ചയായും മനസ്സിലാകുന്നത്. ഇനി ഒരു കാര്യമുണ്ട്, വഖഫ് എന്ന് കർമ്മശാസ്ത്രത്തിൻ്റെ സാങ്കേതിക ഭാഷയിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു സ്ഥാപനത്തിന് വേണ്ടി ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളതും ഒരു വഖഫ് ചെയ്യപ്പെട്ട സ്ഥാപനം എന്ന നിലക്ക് പൊതുസ്വത്തായിട്ടുള്ളതുമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കോളേജുകളും മറ്റുമൊക്കെ പൊതുവായി വഖഫ് സ്വത്ത് എന്ന ആ അർത്ഥത്തിൽ തന്നെയാണ് സർക്കാർ നിയമത്തിനും കോടതി നിയമങ്ങളിലും ഒക്കെ പരിഗണിക്കപ്പെടുക. തദടിസ്ഥാനത്തിൽ തന്നെ ഒരു വഖഫ് സ്വത്ത് എന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ നിയമങ്ങളിൽ കൈകാര്യം നടക്കുക. നിയമപ്രശ്നങ്ങളിൽ വിധി തീർപ്പുണ്ടാകുന്നതും അങ്ങനെ തന്നെയായിരിക്കും. കോടതികൾക്ക് ആ നിലക്ക് അക്കാര്യത്തിൽ ഇടപെടാൻ പറ്റുകയും ചെയ്യും. അതുകൊണ്ട് ആ വഖഫ് സ്വത്തിൻ്റെ കാര്യം വഖഫ് സ്ഥാപനമായിട്ട് ആർക്കാണോ അതെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ അധികൃതരും ആ അധികൃതർ അത് വീണ്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ആരിൽ നിന്നാണോ എങ്കിൽ അവരും തമ്മിൽ രാജ്യത്തിൻ്റെ നിയമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ കാര്യം വീണ്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കും. ഒരു